10-30 ഷാപ്പുണ്ട്, 26 ലോറി, എല്ലാത്തിനും കൂടെ ഒരൊറ്റ മോന. അവര് നാളെ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാളെ തന്നെ കല്യാണം നിശ്ചയിക്കാം. ഇഷ്ടപ്പെടാതിരിക്കാൻ അതിൽ എന്താ ഉള്ളത്, അല്ലേ? അതെ, നാളെ തന്നെ നമുക്കിത് ഉറപ്പിക്കാം. രാജു, നാളെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ അറിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും രാജു? ഇനി മുറിക്ക് പുറത്തിറങ്ങിയ കാലിനെ ഞാൻ തല്ലോടിക്ക് പറഞ്ഞേക്കാം. അവളുടെ ഒരു സംസാരിക്കാൻ വന്നിരിക്കണ്ടേ. തൽക്കാലം എങ്ങും തൊടാതെ താളം ചവിട്ടി നിൽക്കുക. തീരെ അളമുട്ടിയാൽ പിന്നെ ഒറ്റ മാർഗം നിൽക്കും. രായ്ക്ക് രാമായണം ഇരി ചെവി അറിയാതെ സ്ഥലം വിടുക. നമുക്ക് മെയിൻ റോഡ് വഴി പോകണ്ട, വേറെ ഏതെങ്കിലും വഴി പോകാം. ഫാദർ, ദൈവനിശ്ചയം എന്നേ പറയേണ്ടു. അല്ലെങ്കിൽ ഈ വകപ്പള്ളിയിൽ ചാർജ് എടുക്കാൻ ഇന്ന് തന്നെ അച്ഛനോട് എത്തണമായിരുന്നു. ഇങ്ങോട്ടുള്ള ട്രെയിൻ വൈകിയതും അച്ഛനെ കാത്തു നിന്നവരൊക്കെ തിരിച്ചുപോയതും ഒരു ടാക്സിയോ ഓട്ടോറിക്ഷയോ പോലും കിട്ടാതെ വന്നതും നിങ്ങളെ കണ്ടുമുട്ടാൻ വേണ്ടി ആവാം. എന്തിന്, താൻ ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ തന്റെ ഹോസ്റ്റൽ വാർഡനായി ഇരിക്കേണ്ടി വന്നത് പോലും ഇന്നത്തെ ഈ കണ്ടുമുട്ടലിന് വേണ്ടി ആവാം. ഫാദറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിനകം ഞങ്ങൾ ഈ നാട് വിട്ടേനെ. നാട് വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, താൻ എങ്ങനെ ഈ പെൺകുട്ടിയെ പോറ്റും? നാളെ നേരം വെളുത്ത വീട്ടുകാരെന്റെ കല്യാണം നിശ്ചയിക്കും അച്ചോ. അതിനുവേണ്ടി അതിനേക്കാൾ വലിയ അപകടത്തിൽ ചെന്ന് ചാടണം. ബോർഡിങ്ങിൽ പഠിക്കുമ്പോ തനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടുവോ? ഇത്ര ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ പിന്നെ എന്ത് വെച്ചോ? ഒരു വൈദികനോടാണ് താൻ ഈ ചോദ്യം ചോദിച്ചത്. സാരമില്ല, മനസ്സിലുള്ളത് മൂടി വെക്കുന്ന ആളല്ലല്ലോ ഫാദർ അഗസ്റ്റിൻ കുര്യാപ്പള്ളി, അല്ലേ? എടോ, ശത്രുപാളയത്തിലായാൽ പോലും സമാധാനപരമായി യുദ്ധം ചെയ്താലേ വിജയം കഴിക്കാനാവൂ. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, അവയെ നേരിടുകയാണ് വേണ്ടത്. നാളത്തെ കല്യാണ നിശ്ചയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തിനു വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അച്ഛന്റെ സഹായവും ഉണ്ടാവും. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. ചെല്ലു, തിരിച്ചു ചെന്ന് അവരവരുടെ മുറികളിൽ കിടന്നുറങ്ങിക്കൊള്ളൂ. ഇങ്ങനെ ഒരു സംഭവം നടന്നതായേ വേറെ ആരും അറിയണ്ട. ഫാദർ, നാളത്തെ കല്യാണ നിശ്ചയം തുടങ്ങിയാൽ തന്നെ പിന്നെയും വരുമ്പോഴോ? ആദ്യം പറഞ്ഞതനുസരിക്കൂ. ദൈവനിയോഗം പോലെ അച്ഛനിവിടെ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. സ്നേഹിക്കുന്ന ഹൃദയങ്ങളിൽ സർവാതിശായിയായ ദൈവത്തിന്റെ പുഞ്ചിരി കാണുന്നവനാണ് അച്ഛൻ. തിരിച്ചു പോകൂ. ഞങ്ങൾ ഒറ്റയ്ക്ക് പോവില്ല. അവരെങ്ങാനും കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ അച്ഛനും കൂടെ വരണം. ഇതിലേതൊക്കെയാ വീട്? അതാ എന്റെ വീട്. ഓ, അപ്പൊ തന്റെ വീട് അതാണല്ലേ? വരൂ വരൂ വരൂ. അല്ല, ഏതിലെയാ വന്നത്? ആ കഥക വഴി. അങ്ങോട്ട് പോയിക്കോളൂ. ഇയാളോ? പുറകിലെ വാതിൽ തുറന്നിട്ട് പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. വരൂ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. അവിടെ നിൽക്കാം. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അടച്ചോളൂ അടച്ചോളൂ.
താങ്ക് യു ഫാദർ. നോക്കിക്കോ, ഇതാണ് എന്റെ മോള്. എന്താ പേര്? നളിനാക്ഷൻ. ഇവരൊക്കെ ആരാ? ഇതെന്റെ ചേട്ടനാ, മറ്റൊരു സ്നേഹിതൻ. മോൾ അകത്തിന്നിരുന്നോ, പിന്നെ വിളിക്കാം. മോളെ നീ വാ, എനിക്കൊരു ചെറിയ കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനെന്താ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയെങ്കിലേ വേണ്ടത്. നീ ചെല്ലടാ. ഞങ്ങൾ ഇറങ്ങുക. കാപ്പി കുടിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, എന്താ ഇത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏതാ തങ്കപ്പൻ പിള്ളയുടെ വീട്? ദേ ഈ കാണുന്ന. ആ, തങ്കപ്പൻ പിള്ളയല്ലേ? അതെ. ഇരിക്കൂ. അച്ഛന് മനസ്സിലായി കാണില്ല. ഫാദർ അഗസ്റ്റിൻ കുര്യാപ്പള്ളി ഇവിടത്തെ ഇടവകയിൽ സീനിയർ വികാരിയായി ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എത്തിയപ്പോ രാത്രിയായി. എന്നാ പിന്നെ ഇന്നാകട്ടെ എന്ന് വെച്ചു. എന്താണ് വന്ന ഉടനെ നിങ്ങളെ വന്ന് കാണാൻ കാരണം എന്നല്ലേ ഇപ്പൊ ചിന്തിച്ചത്? പറയാം. എവിടെ വീട്ടുകാരി? വിളിക്കൂ. കൗസല്യേ, എന്താ ദാ വരുന്നേ. അച്ഛൻ ഇവിടുത്തെ പള്ളിയിലെ വികാരിയാ. പരിചയപ്പെട്ടിട്ടില്ല. ഇല്ല. ആ, നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി ഇങ്ങെടുത്തോളൂ. മധുരം ഒട്ടും കുറയ്ക്കണ്ട. ആയിക്കോട്ടെ. ആ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് അച്ഛൻ. അത് തന്നെ. അച്ഛൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് അല്ലേ? അതെ, അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും തങ്കപ്പൻ പിള്ളയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മനസ്സിലായില്ല? തങ്കപ്പൻ പിള്ളയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തങ്കപ്പൻ പിള്ളയുടെ മകൻ രാജുവുമായുള്ള ബന്ധം എന്നർത്ഥം. അത് ശരി. രാജു ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ബോർഡിങ്ങിൽ താമസിച്ചല്ലേ പഠിച്ചത്? അതെ. അച്ഛനായിരുന്നു അന്ന് ഹോസ്റ്റൽ വാർഡൻ. തങ്കപ്പൻ പിള്ളയെ ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയുകയാണെന്ന് ധരിക്കരുത്. ഹോസ്റ്റലിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി രാജു ആയിരുന്നു. അച്ചടക്കം, അനുസരണ, ഗുരുത്വം, വിനയം, സർവോപരി തറവാടിത്തം. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഈ കാലഘട്ടത്തിൽ കണ്ടുകിട്ടുക വളരെ അപൂർവമാണ്. ആ ഒരു അടുപ്പം, വാത്സല്യം, താല്പര്യം അച്ഛന് രാജുവിനോടുണ്ട്. അതുവഴി ഈ കുടുംബത്തോടും അച്ഛനുണ്ട്. രാജു എവിടെയുണ്ടിപ്പോ? കണ്ടിട്ട് വളരെ വർഷങ്ങളായി. അവനകത്തോണ്ട് വിളിക്കാം. ഓഹോ. രാജുവേ. എന്തോ? ഹായ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. അച്ഛനെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വരൂ വരൂ വരൂ. അന്നത്തേതിലും വളരെ ഉയരം വെച്ചു, പക്ഷേ മുഖം അത് തന്നെ. എന്തൊക്കെയുണ്ട് രാജു വിശേഷങ്ങൾ? പഠിത്തമൊക്കെ മുറക്കി നടക്കുന്നുണ്ടോ? ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ? അതെ ഫാദർ. ആ, റാങ്ക് വാങ്ങണം, എന്നാലേ അച്ഛൻ അഭിമാനമാവൂ. കാപ്പി എടുത്തു വെച്ചിരിക്കുന്നു. ആ, എന്നാൽ ഇനി അത് കഴിച്ചിട്ടാകാം.
വരൂ വരൂ വരൂ. ഒരച്ഛനെന്ന് പറയുമ്പോ പള്ളിയിലെ വികാരി മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരുടെ ഇടയിൽ വിലയുള്ളൊരു പ്രമാണി കൂടിയാ. പ്രമാണിമാരായിട്ടുള്ള അടുപ്പം നമുക്ക് ആവശ്യമാണല്ലോ, പ്രത്യേകിച്ച് തങ്കപ്പിള്ളയുടെ വീട്ടിൽ അച്ഛൻ വന്നപ്പോ. ശരിയാ. അപ്പോ കാപ്പി കൊടുത്ത് പിള്ള അച്ഛനെ പറഞ്ഞയക്കും. നമുക്ക് അയാളെ കടത്തി വെട്ടാ. എങ്ങനാ? നാളെ അത്താഴത്തിന് അച്ഛൻ ഇങ്ങോട്ട് വിളിക്കാം. അത് കൊള്ളാം കേട്ടോ. ആ, അച്ഛൻ ഇതുവഴി പോകുമ്പോ ഇനി ഇവിടെ കേറാൻ മറക്കണ്ട. അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം അച്ഛൻ. ഓ, നമസ്കാരം. ഞാൻ അയ്യപ്പൻ പിള്ള, ഈ വീട്ടിൽ താമസിക്കുന്നു. ഈ മുറ്റം വരെ വന്നിട്ട് അച്ഛൻ വീട്ടിലോട്ടൊന്ന് കയറാതെ പോകുന്നത് സങ്കടമാണ്. അയ്യോ, അതിനെന്താ? എന്ന് കരുതി അച്ഛനെ പോലെ നിലയും വിലയും ഉള്ള ഒരാള് ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോ കാപ്പിയും കൊടുത്ത് പറഞ്ഞയക്കുന്ന അല്ലല്ലോ മര്യാദ. ഇന്ന് വേണ്ട, നാളെ വൈകിട്ട് അച്ഛന്റെ അത്താഴം ഇവിടെ. എതിരൊന്നും പറയരുത്. അയ്യോ, എതിരോ? അന്നത്തിന് ആര് വിളിച്ചാലും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണമെന്നാണ് അച്ഛന്റെ ഒരു പ്രമാണം. സമാധാനമായിട്ടിരിക്കൂ. നാളെ വൈകിട്ടല്ലേ? അതെ. കാര്യമായി തന്നെ ആയിക്കോട്ടെ. അത്താഴം അയ്യപ്പൻ പിള്ളയുടെ കൂടെ തന്നെ. എന്താ? ആ, എന്നാ ഇറങ്ങട്ടെ. നമസ്കാരം അച്ഛോ. നമസ്കാരം അച്ഛൻ. നമസ്കാരം. ആരൊക്കെയായി വന്നിരിക്കുന്നത്? ഇരിക്കൂ. ഒന്ന് അമ്പലത്തിൽ പോയതാ. അപ്പൊ മടങ്ങുന്ന വഴി ഇവക്കൊരു നിർബന്ധം, മേടെ വന്ന് അച്ഛനെ ഒന്ന് കാണണമെന്ന്. അല്ല, നിർബന്ധം എനിക്കുണ്ടായിരുന്നു, കൂട്ടിക്കോ. നന്നായി. ഈശ്വര സന്നിധാനത്തിൽ നിന്നും മടങ്ങുമ്പോ ദേവദാസനെ കാണാൻ മനസ്സ് തോന്നിക്കുക നല്ലൊരു നിമിത്തമാണ്. ഈ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഓടി വന്ന് കുശലം പറയുക, വീട്ടിലേക്ക് ക്ഷണിക്കുക, അതൊക്കെ ഒരുമാതിരി രണ്ടാം തര ഏർപ്പാടാ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അച്ഛനും അറിയാവില്ല. ആ മര്യാദ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ആരെയെങ്കിലും ക്ഷണിക്കണമെന്ന് തോന്നിയാലേ അവർ ഉള്ളിടത്ത് വന്ന് അതിൻ്റെതായ ബഹുമാനത്തോടെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതും അച്ഛനെ പോലെ ഒരു വലിയ മനുഷ്യനെ പ്രത്യേകിച്ചു. അതെ, ഞങ്ങൾ വന്ന അതിനാ. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് അച്ഛൻ വീട്ടിലോട്ട് വരണം. എതിരൊന്നും പറയരുതേ. അയ്യോ, എതിരോ? അന്നത്തിന് ആര് വിളിച്ചാലും പൂർണ്ണ മനസ്സോട് സ്വീകരിക്കണമെന്നാണ് അച്ഛന്റെ ഒരു പ്രമാണം. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഈ കോഴിയുടെ നല്ല കഷ്ണം, വിശേഷിച്ചും തുടക്കഷ്ണം റോസ്റ്റ് ചെയ്യുന്നെങ്കിൽ ദാ ഇതുപോലിരിക്കണം. ആവശ്യത്തിന് എണ്ണ, നല്ല എരിവുള്ള മസാല. ഇവിടെ മീൻ പൊരിച്ചാണ് ബഹുവിശേഷം. ആണോ? കഴിക്കാം. ആദ്യം കോഴി, പിന്നെ മത്സ്യം, പുറകെ ഒരല്പം അന്നം. അതാ അച്ഛന്റെ ഒരു സമ്പ്രദായം. കേട്ടോ കൗസല്യമ്മേ? എന്തോ? രണ്ട് വിധത്തിൽ ഓ. ഒരു സ്ത്രീക്ക് പുരുഷനെ കീഴടക്കാം. ഓ. സൗന്ദര്യം കൊണ്ടും പിന്നെ അടുക്കളയിലെ നൈപുണ്യം കൊണ്ടും. അശ്ശോ. പുരുഷന്റെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി അവന്റെ വയറ്റിലൂടെയാണ് എന്ന് കേട്ടിട്ടില്ലേ? ഉത്തമയായ സ്ത്രീ മനസ്സിന്റെ സൗന്ദര്യം കൊണ്ടും കൈപുണ്യം കൊണ്ടും പുരുഷനെ സ്വന്തമാക്കുന്നു. കൗസല്യാമ്മയെ പോലെ. എന്റെ പൊന്നച്ചോ, ഇവിടെ ഇങ്ങനെ പൊക്കല്ലേ, പിന്നെ നിലത്തെങ്ങും നിൽക്കില്ല, അങ്ങ് ഉത്തരത്തെ ചെന്ന് മുട്ടും. ഞാൻ വിഷമത്തിലായി പോവും. ഇതെന്ത് കറി? ഇത് കറിയാണോ? കറി ഞങ്ങൾ അമ്മ വെക്കണം. മാർക്കറ്റുകാർക്ക് നിങ്ങൾ എല്ലാവരും വിളിക്കുക. അച്ഛാ, അത് കാരണം എന്താണെന്നറിയോ? മാർക്കറ്റിന്റെ അടുത്ത് ഞങ്ങൾക്കൊരു ഉപഷാപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ലോറിക്കാരും ബസ്സുകാരും അവിടെ വന്നിട്ട് ആ കപ്പിയും കറി കഴിക്ക. അമ്മ എന്നെ വളർത്തി കൊടുക്കുകയും വേണം. ആരാ ഇയാൾ? ഞാൻ രാമൻകുട്ടി, അലിയന്റെ അലിയൻ, കൗസുവിന്റെ കൊച്ചേട്ടെ. എന്ത് ചെയ്യുന്നു? ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല അല്ലേ? ഇല്ല. അപ്പോ ഷാപ്പില്ല. ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ എങ്ങനെ? ഇങ്ങനെ 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 എങ്ങനെ? ജീവിക്കാനൊരു മാർഗമുണ്ട്. എന്ത് മാർഗം?
മാർഗം എന്ന് പറഞ്ഞ ഒരു ബിസിനസ്. എന്ത് ബിസിനസ്സാ? അച്ചോ, ഓ. ഈ മീന് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ലോറിയില് മീനില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അതിങ്ങനെ ഓ, അയച്ചുകൊണ്ടിരിക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആലിയൻ ഓ, എന്ന് വെച്ചാൽ ഒരു ജോലിയും സ്വന്തമായി ചെയ്യുന്നില്ല അല്ലേ? ഒക്കെ ചുറ്റിപ്പറ്റി നടന്ന് അടിയെയും നാട്ടുകാരെയും ഒക്കെ ബുദ്ധിമുട്ടിച്ച് ഒരുവിധം നെറ്റിവർത്തി കഴിച്ചുകൂട്ടി പോരുന്നു അല്ലേ? ഓ, ഓ, ആണുങ്ങളായാൽ അവനവന്റെ അന്നത്തിന് ആരെയും ആശ്രയിക്കരുത്. സ്വന്തം അപ്പനെ പോലും അധ്വാനിക്കണം. അധ്വാനിച്ച് സ്വന്തം വിയർപ്പിന്റെ ഉപ്പുരസമുള്ള ചോറ് ഉണ്ണണം. അതാ മിടുക്ക്. മനസ്സിലായോ? ഓ. ഇനി കഴിച്ചോ. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണ്ട അച്ചോ. അച്ഛന് കുറച്ച് ചോറ് വിളമ്പട്ടോ. ഇനി അല്പം ചോറാ.